ഇഗ്വാന ഇത് ഉറങ്ങിയാന്ന് കേട്ടോ. ആ തൊട്ടോ? ഇല്ലില്ല, കടിക്കൂല. എടാ അതിൻ്റെ അടുത്തോടെ ഇങ്ങനെ ഓക്കറിയാ. ഒച്ചാക്കല്ല, അതെന്തിന്? ഇതാ എന്ത് ഇതാ ഇനുവിൻ്റെ കയ്യിൽ വേണോ? മൈൽസോ? ആ ഓയ് എന്താണ് സാധനം നോക്കി നോക്കിയ ഫ്രണ്ട്സ്. ഇന്നലെയുണ്ടല്ലോ ഞാനും തഫിയും കണ്ണൂർ പോയതാ. പോകുമ്പോൾ ഇനുവിനെ കൂട്ടിയിട്ടില്ല. എന്നിട്ട് രാത്രി പയ്യാമ്പലം ആടെല്ലാം പോയിട്ട് തിരിച്ച് വന്ന് രാവിലെ ഞാൻ ഉറങ്ങിയണിക്കുമ്പോണ്ട് തഫി പറയുന്നു ഇന്നലെ ഇനു നമ്മളെ റൂമിൽ കയറിയിട്ട് കുറച്ച് സമയത്തേക്ക് ഇനുവിൻ്റെ ഒച്ചപ്പാടൊന്നുമില്ല. എന്നിട്ട് പെങ്ങന്മാർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇനു ഉണ്ടല്ലോ നമ്മളെ അക്വേറിയം ഇല്ലേ, പുതിയ അക്വേറിയം, ഇത് മിന്നാന്ന് വെച്ച അക്വേറിയം, ഈ അക്വേറിയത്തിൽ കൈയിട്ടിട്ട് മീൻ പിടിക്കും. എങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഓട് സെറ്റാക്കാത്തതുകൊണ്ട് ഇതിപ്പോൾ ഓപ്പണാ. ഇതാ ഇത് നമ്മളെ പുതിയ അക്വേറിയം 4 കപ്പിയാണ്. 4 കപ്പിനെ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇതിലൂട്ട് കൈയിട്ടിട്ട് മീനിങ്ങനെ പിടിക്കുന്നു പോലും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ടോപ്പില്ലേ, ഓട് ടോപ്പ്, അത് അവിടെ അവർ സെറ്റാക്കി 2 ദിവസം കൊണ്ട് സെറ്റാക്കി വെക്കാൻ തന്നെ. അപ്പോൾ ഇന്നത് വാങ്ങാൻ പോയി കേട്ടോ. അല്ലെ പിന്നെ അതിനെല്ലാം മീനെല്ലാം പിടിച്ചിങ്ങനെ ഞമുണ്ടു. കോമഡി തന്നെ പിള്ളേരല്ലേ. അത് ചെറിയ അക്കര കേട്ടോ, നമ്മളെ ഇത്രയേ ഉള്ളൂ. ഇതാ ഈ ഒരു കൈപ്പത്തിയും അതിൻ്റെ കുറച്ചപ്പുറം ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ, ഇതാ അക്കരയും ചെറുതാണ്. ഇതാ ഇവിടുന്ന് ഇത് ഇത്ര ഇത്, പിന്നെ ഹൈറ്റ് ഇതാ കറക്റ്റ് ഒരു കൈൻ്റെ ഹൈറ്റ് കണ്ട. മോട്ടറിടാൻ പറ്റുമല്ലേ. മോട്ടർ അപ്പോൾ മീനെല്ലാം ഫുൾ ആക്റ്റീവായി കണ്ട. എങ്ങനെയുണ്ട് നമ്മളെ പുതിയ അക്വേറിയം, കുഞ്ഞ് അക്വേറിയം. ബെഡ്റൂമിലാണ് മോട്ടർ ഓഫ് ആക്കാം സൗണ്ട്. അപ്പം ബെഡ്റൂമിൽ വെക്കാൻ പറ്റിയ അക്വേറിയം. നമ്മളെ വീട്ടിൽ വലിയൊരു അക്വേറിയം സെറ്റാക്കി, കുറച്ച് വലുത്, നല്ല വലുതാണ്. ആനും ആച്ചും കൂടെ ഒട്ടിച്ച്. അപ്പോൾ അതിൽ വെക്കേണ്ട കല്ലും ഫിഷും ഇതെല്ലാം വാങ്ങാൻ വേണ്ടിക്ക് പോയതാണ്. അപ്പോൾ നീ ഇത് കണ്ടേ, ഈ അക്വേറിയം കണ്ടേ. അപ്പോൾ അങ്ങനെ ഈ അക്വേറിയം വാങ്ങിയതാണ്. റേറ്റ് വെച്ചാൽ ഇത് ഇതിങ്ങനെ ചെറിയൊരു അക്കരാക്കിയിട്ട് ഒട്ടിച്ചിട്ട് അവിടെ വെച്ചില്ല, വെള്ളമൊന്നും വെച്ചിട്ടില്ല അവർ. അപ്പോൾ കണ്ടറിനാ ചോദിച്ചത്ര, അപ്പോൾ പറഞ്ഞാൽ 500 റുപ്യ. അതിലുള്ള കല്ലും ചെടിയും അക്വേറിയം. ഈ കല്ലുണ്ടോ, ഈ കാണുന്ന കല്ലും സ്റ്റോണും പിന്നെ ചെടിയും ഈ അക്വേറിയം. 2 ഫിഷിന് 120, 4 ഫിഷിന് 250. ഈ അക്വേറിയം സ്റ്റോണും ഈ ചെടിയും കൂടിയിട്ട് 500. പിന്നെ മോട്ടറിൻ്റെ സെറ്റപ്പെല്ലാം കൂടിയിട്ട് 150. അങ്ങനെ ഒരു ബാഗ് ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു 1000 റുപ്യനെ കൊണ്ട് 1000 റുപ്യൻ്റെ ഉള്ളിൽ 920 റുപ്യ ഈ സാധനത്തിന്. ചെറിയ എന്താ പറയുക, അത്രയും പൈസ ആയിട്ടില്ല. ആ പൈസക്ക് റൂമിൻ്റെ ഉള്ളൊരു ചെറിയൊരു അക്വേറിയം കുറച്ച് ഞാൻ ഇനുവിന് വേണ്ടിക്ക് വാങ്ങി തന്നെ. പക്ഷേ ഇനു ഇങ്ങനെ കൈയിട്ട് മീനെ പിടിക്കുതിര വിചാരിച്ചിട്ടില്ല. ടോപ്പ് ആ സമയത്ത് അവിടെ റെഡി ആയിട്ടില്ല. എവിടെ നിന്ന് വാങ്ങിയെന്നറിയാം, തലപ്പറമ്പ് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറം കാഞ്ഞിരങ്ങാട് ആ ഭാഗത്ത്. അങ്ങനെ എന്തോ കാഞ്ഞിരങ്ങാട് കഴിഞ്ഞിട്ട് കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അടുത്തേക്ക് അതിൻ്റെ മുകളിൽ വെക്കുന്ന ടോപ്പ്, അതായത് ഓട് എന്താ പറയല്, ടോപ്പും പിന്നെന്താ വേണ്ടി, പിന്നെ സക്കർ എന്ന് പറഞ്ഞ മീനില്ലേ, ഗ്ലാസ്സിൽ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നത്, ഗ്ലാസ്സിൽ ഇങ്ങനെ പെറ്റി പിടിക്കുന്നത്. അതൊന്ന് രണ്ട് ചെറുത്, അവിടെ കുറേ ചെറുതുണ്ട്. അത് 2 ചെറുത്, ഈ ചെറിയ അക്കരല്ല, അപ്പോൾ 2 ചെറുത് വാങ്ങും. വേറൊന്നുമില്ല. പിന്നെന്താ വേണ്ടി, പിന്നെ ഗപ്പിയായിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ചെറിയ അക്കരത്തിൽ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ വാ. അപ്പോൾ തഫിനെയും കൂട്ടി ഞാൻ നേരത്തെ പോയിട്ട് വാങ്ങാൻ വിചാരിച്ചേ. പിന്നെ വെച്ചാൽ തഫിനെ കൂട്ടിയിട്ട് പോവാം. തഫിനെയും കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് തഫി റെഡി ആകുമ്പോഴത്തേക്ക് ഇനു കാര്യം വെച്ചാൽ ഏതായാലും ഇനുവിനെയും കൂട്ടാം. ഇനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഞാനും പറഞ്ഞാൽ എന്നാൽ പിന്നെ കൂട്ടാം പോലെ. അങ്ങനെ അവർ റെഡി ആയിട്ടുണ്ട്, പോവാം നമുക്ക്. അപ്പോൾ ആ ടോപ്പും കൂടെ വാങ്ങിയാൽ കാണാൻ നല്ല രസമുണ്ടാവും. ടോപ്പും വാങ്ങി 1-2 മീനും കൂടെ ഇട്ടാൽ സെറ്റ്, പിന്നെ ഒന്നും ചെയ്യണ്ട. രസമല്ലേ. എനക്ക് ഉറപ്പാണ് നീനു കൈയിട്ടിട്ട് മീനെ പിടിക്കാൻ നോക്കൂ. പിള്ളേരല്ലേ, പോവാ. അല്ലോ ഗ്ലാസ്, എൻ്റെ ഗ്ലാസ് മക്കളെ, എൻ്റെ ഗ്ലാസ് എന്തോ ആയോ.
എൻ്റെ സ്പെക്സ് എന്തോ ആയോ ഇല്ല അല്ലേ. ശുക്കൂർ സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ കണ്ണാടി ചില്ല് പോലെ മിന്നും ശുക്കൂർ സുന്ദരനാ. വാ ചാവി വണ്ടിൻ്റെ ചാവി വാ വാ. ഓ ഫ്ലിക്കറിങ് പോവാം. അവിടെ ഇപ്പം സമയം എന്നാ അറിയാ, ഇപ്പം സമയമായി കേട്ടോ. സമയം കുറേ ആയി 9:50 എൻ്റെ മക്കളെ 9:50 9:50 രാത്രി 9:50. ആടെ 10-11 വരെ ഉണ്ട്. ഇനി എടുത്തു വാ ചെരുപ്പിട്. ഹായ് പറഞ്ഞേ. നീയാന്ന് എന്നാ മീനെ പിടിക്കാൻ പോയിന്. ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയേട്ടാ. ഏതാ ഇതന്നെയല്ലേ കൊണ്ടുപോയത്? ഇതാ കൊണ്ടുപോയത്. ഇതുകൊണ്ടുപോയത് പിന്നെ ഇല്ല. അതെല്ലാം പുതിയ വന്നത് കേട്ടോ. ഇതാന്ന് കൊണ്ടുപോയത്. ഇതൊന്നും കൊണ്ടുപോയി. ഇതാടി ഇതൊന്നും കൊണ്ടുപോയി. ഫിഷുണ്ടോ? ഇതെല്ലാം പുതിയ വന്നേട്ടാ. ഇന്നലെ 2 കപ്പിന് എടുത്തിട്ടുണ്ട്. കാണിച്ചേ, ഒരു മെയിൽ ഒരു ഫീമെയിൽ കാണുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ 2 എടുത്ത് അത് സെറ്റാക്കോ. അതിനൊരു സക്കർ വേണം. സക്കറിന് ഇതിനെ പിടിക്കാൻ പറ്റുമല്ലോ. എന്താ 50 റുപ്യ ഒരു സക്കറിന് 50 റുപ്യ. ഇപ്പോൾ എടുത്തതിൽ നീരുന്നല്ലേ. ഇത് ജോഡിക്ക് ഒരാണിനൊരു പെണ്ണ്, ഒരു ജോഡിക്ക് 120 റുപ്യ. നമ്മുടെ അക്യൂരത്തിലുള്ളത് ഇതാണല്ലേ. മിന്നാന്ന് ഇതെല്ലാം കൊണ്ട് പോയാൽ ഇതൊരു ജോഡി മിന്നാന്ന് കൊണ്ട് പോയത്. ഇതൊരു ജോഡി കൊണ്ട് പോയി. പിന്നെ ഇതും ഒരു ജോഡി കൊണ്ട് പോയി. അല്ല ഇതൊന്നെടുത്ത് ഇവിടെ ഒരു റെഡ് ഉണ്ടായിട്ടില്ലേ, അത് കഴിഞ്ഞല്ലേ. ഇവിടുന്ന് ഒരു റെഡ് ഫീമെയിൽ എടുത്തു. പിന്നെ ഇതിൽ നിന്നൊരു മെയിൽ എടുത്തു. പിന്നെ ഇതല്ലേ ഇതൊരു ജോഡി എടുത്തു. അങ്ങനെ 4 ഗപ്പി. ഇപ്പം ഇതിൽ നിന്ന് ഒരു ജോഡി ഗപ്പി എടുത്തിട്ടുണ്ട്. ഗപ്പി പിന്നെ ബാക്കിയിലെല്ലാം അറിയാം. ബാക്കിയുള്ള ഫിഷിനെല്ലാം ഫിൽറ്റർ വേണം. കുറച്ച് വലിയ അക്യൂരത്തിൽ നമ്മളെ ചെറുതായതുകൊണ്ട് ഫിൽറ്റർ അല്ലേ. ഇവൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഫിൽറ്റർ എടുക്കാൻ. അത് ചെറിയ അക്യൂരായതുകൊണ്ട് അതിന് ഫിൽറ്റർ ഒന്നും വേണ്ടെന്നോ. അപ്പോൾ ഗപ്പി പിന്നെ എങ്ങനെയും വളരും അല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ബ്ലാക്ക് ഗപ്പി ഉണ്ട്. കണ്ട ബ്ലാക്ക് കണ്ടോ? ആണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കണ്ട ബ്ലാക്ക് ഗപ്പി. ഓക്കെ ഞാൻ വേണ്ട ഏതായാലും ഏതല്ല ഇതിനെടുക്കും. അതെടുത്തോ. ഒരു 2 സക്കർ എടുത്തോട്ടോ. 2 വേണ്ടേ? വേണോ? 1 മതിയാ? 1 മതിയല്ലേ ഏടാ? 1 മതി. ഒരു സക്കർ. ഇനു അത് കുറച്ച് വലുതാണ്. ഞാൻ പറഞ്ഞാൽ വലുതിനെ തന്നെ വിളിച്ചു. ഇവിടെ നോക്കുന്നത് ഇവിടെ ഫുള്ള് കുറച്ച് ചെറുതുണ്ടോ വലിയായിട്ട് വെക്കുന്നത്. ചെറിയ സക്കർ. ഇതിൻ്റെ വലുതുണ്ട് കേട്ടോ. നമ്മളെ ആച്ചീൻ്റെ പുറക്കെ കിണറ്റിലുണ്ട് വലുത്. ചെറുതിന് കിട്ടിയാണ് വലുതായി. അതുപോലെ വലിയ ഏഞ്ചലുണ്ട്. ഇതുണ്ടോ വൈറ്റ് ഏഞ്ചൽ, ബ്ലാക്ക് ഏഞ്ചൽ. ഫിഷിനെന്ത് പോകുന്നുണ്ട്. ഇത് ആഫ്രിക്കൻ ഇതല്ലേ. ഇതിൻ്റെ പേരെന്നാ മുഷു. വേറെ നിൽക്കണ്ടേ അഫി? വേണോ? മതിയാ? മതി. പിന്നെ ചെടിയുണ്ട്. ആ ചെടിയൊന്നും വേണ്ട. ചെടിയൊന്നും വെക്കാൻ കഴിയില്ല. അത് വളർന്നതിനെങ്കിൽ കണിഞ്ഞു പോവും. ആ ചെടി വളർന്നതിനെങ്കിൽ വേറെ സാധനം കാണിച്ചാലോ. ഇത് കണ്ട ഇത് സാധനം ചെയ്യാം. അതിൻ്റെ പേരെന്താ? എലി തന്നെ അല്ലേ? മൈൽസ്. ഓയ് എന്താണല്ലേ. ഇത്ര വളരൂലു. എന്നെ വലുതോ? കുറച്ച് വലുതാവും. ഇതിനെത്ര ജോഡിക്ക്? ജോഡിക്ക് 500. കുറേ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. കാണുന്നല്ലോ തന്നെ. ഇത് വീട്ടിലിങ്ങനെ കൊണ്ടുപോയിട്ട് ഇളക്കണോ? വീട്ടിലിങ്ങനെ ഇതാക്കാം. അങ്ങനെ ആക്കിയാൽ മതി അല്ലേ. പിന്നെന്താ ഇവിടെ കാണിക്കാനില്ല? നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചാലോ.
ആ പിന്നെ നമ്മളെ ഓടിയതാ ഓട് വീട്ടിൻ്റെ അക്ഷരത്തിൻ്റെ മുകളിലൊക്കെ തന്നെ ഇതാ ഓട്. ഇത് നമ്മൾ ഇതാ ഈ സൈസാണ് നമ്മൾ അക്ഷരം കേട്ടോ. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഈ സൈസ് തന്നെയല്ലേ ഞാൻ കൊണ്ടുപോയത്? സെയിം സൈസ് കണ്ടോ. അപ്പോൾ ഈ ഒരു ഓട് എടുക്കണം. പിന്നെ കല്ലല് ഇഷ്ടംപോലെ കല്ലുകൾ കണ്ടോ. ഈ ഒരു സെറ്റിന് ഈ ഓടിൻ്റെ അടക്കമല്ലേ? ഓടിന് എത്ര അടക്കാനാ? ആ ഞാൻ ചോദിച്ചേ, ഞങ്ങൾക്ക് എന്തായാലും ഒരു ഓട് വേണം. ഏതാ ഒരു ഓട് നല്ല ഓട് നോക്കിയിട്ട് എടുത്തത്? എടുക്കുമ്പോൾ നല്ല തന്നെ എടുക്കണം. ഏതെടുക്കുന്നത്? എന്തായിട്ട് എടുത്തോളും വേണ്ട. ഒന്നാ എടുത്തോ എടുത്തോ. ഈ ഓട് എടുക്കാം. സെറ്റ് അതോടെ എടുക്കാം. ഇതാണ് ഇതെടുത്തോളൂ. ഇതല്ലേ പറഞ്ഞേ? ആ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. 150. ഓടിന് 150 കേട്ടോ. 150 150. അതിൽ കുറച്ച് സംഭവം മനസ്സിലായി. ഇവിടെ അതിൻ്റെ ആക്സറീസ് ഇഷ്ടം പോലെ കേട്ടോ. ചെറിയ ലവ് ബേർഡ്സിന് കൂടി പിന്നെ അതിൻ്റെ ആക്സറീസും കാര്യങ്ങളും. ഡോഗ് ഫൈറ്ററുണ്ടോ? ഫൈറ്റർ കംപ്ലീറ്റ് ഫൈറ്ററാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ ഇതാ പൂച്ച. 2 പൂച്ച. ഇനോ അത് ഡോഗ്. സാധനം നോക്കിയ വാ മതിയില്ലേ? എടാ പിന്നെന്താ എടുക്കാൻ പറ്റുക? എടാ ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. ഇനി വെക്കാൻ പറ്റുന്നേ? ഇത് അടി ലൈറ്റ് പോരാ? അടി ഈ ഒരു ടൈപ്പ് ലൈറ്റാ? വേറെ കളറുണ്ടോ? ഈ ഒരു കളറ്. എന്നാൽ പിന്നെ ഈ ഒരു ലൈറ്റ് കൊടുക്കാം. ഈ ഒരു ലൈറ്റ് പ്ലഗ് കുത്തണം. പിന്നെ എങ്ങനെയാ? ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ? നല്ലതാണ് ലൈറ്റ്. ഈ ഒരു കളർ ലൈറ്റ് മാത്രമേ ഉള്ളൂ? വേറെ കളർ വരുന്നുണ്ടോ? ഓക്കെ ലൈറ്റ് കാണിച്ചിട്ടാണ്. ലൈറ്റ് വന്നിട്ടുണ്ടോ? ശരി. പിങ്ക് ഇനി പറഞ്ഞ് പിങ്ക് വേണോ? അല്ലേ പിങ്ക് വേണ്ടേ? ഇനി പിങ്ക് വേണം. പിന്നെ ചെറിയൊരു അര ഗപ്പിൻ്റെ അരയാ? ഗപ്പിൻ്റെ അര സെറ്റ്. എന്താ എടുത്തോ? അത് ഇരക്കെത്രയാണ്? 70. ആ ടോപ്പിന് 150 അല്ലേ? മതിയില്ലേടേ? വെറുതെ വേണോ? ആയില്ലേ? ബാ ഇനോ നടന്ന് ഓടിക്കളിക്കാം. ഇങ്ങോട്ട് വന്നേ. ഇതെന്താ സാധനം അറിയാ? നോക്കിയാ തക്കീത് കണ്ടില്ല? വാവ് ശാമ്പോ എടീൻ്റെ പേരെന്താണ്? അലിക്കേറ്റർ. എത്ര റേറ്റ് ഇനി? 13,000. 13,000 രൂപ. ഇത് വേറെന്തോ സാധനം. ഇതേതാ സാധനോടാ? കോക്ടെയിൽ അല്ലേ? കോക്ടെയിൽ. ഞാൻ പറഞ്ഞിട്ട് പോയാ കോക്ടെയിൽ. ആയി കുറച്ച് സാധനം എടുത്തു. ഡോഗ്സിൻ്റെ ഫുഡുകൾ കണ്ട. ഫുഡ് ക്യാറ്റിൻ്റെ ഡോഗിൻ്റെ ഫുഡ് സാധനം. വേറെ സാധനം ഇവിടെ മറ്റേ സാധനം എടുത്ത്. ഇതാടി ഇഗ്വാന. ഇത് ഉറങ്ങിയാന്ന് കേട്ടോ. തൊട്ടോ? ഇല്ലില്ല കടിക്കൂല. എടാ അതിൻ്റെ അടുത്തോടെ ഇങ്ങനെ ഓക്കറിയാ. ഒച്ചാക്കല്ല. അതെന്തിന്? ഇതാ എന്ത്? ഇതാ ഇനിൻ്റെ കയ്യിൽ വേണോ? വേണ്ട. ഇനി ചേർത്താ തപ്പിക്ക് ഓടണോ? എന്തിട്ട് വെച്ചോടി? അടിപൊളി. ഇനി ഇവിടെ എന്തോ കണ്ടില്ലടാ. അത് പോയാ? ഇവിടെ സാധനം കൂട്ടിലാക്കി. ഇവിടെ സാധനം കണ്ടു. പോവാ നമുക്ക്.
ആ ഓക്കെ ഓക്കെ എടുത്തെടുത്തു ചാലു ചാലു സാധനം കഴുത്തിന് മുകളിൽ ഓ കയറി പോകുന്ന ഇനി വേണോ ഇനി ഓടേന്ന് എടാ പൈസ അതിനേട്ടാ അച്ഛന് പോന്നോ അതിന് പോവാ ഹെൽമെറ്റ് ഹെൽമെറ്റ് വിടാട്ടാ നമ്മളിവിടുന്ന് വിടുകയാണ് ഓക്കെ എന്തിനു ഓടെടുത്ത് സീറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ട് ടോപ്പ് ഈ ഫ്രണ്ടിലിരിക്കുന്നത് ബാ ഇത് ഇവിടെ വെച്ച് വേണം ഇങ്ങോട്ട് കയറി എവിടെ വെക്കല് ദൂരല്ല കെട്ടിയിട്ടില്ല നീ ആ ഓക്കെ ഇട്ടെടുത്ത തൊപ്പിട്ടെടുത്ത പോവാ അപ്പോൾ നാട്ടിലേക്കട്ടാ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി വീട്ടിലെത്താൻ പോകും എന്താ തണുപ്പ് മക്കൾ എന്താ തണുപ്പല്ലേ തഫി നല്ല തണുപ്പ് അടിപൊളി തണുപ്പ് സൂപ്പർ തണുപ്പ് ഇവരെ വീട്ടിലാക്കണം എന്നിട്ട് എനിക്ക് നെരുമ്പോ പീടിയിലേക്ക് പോകണം പീടിയിൽ ഇവരെ വീട്ടിലാക്കിയിട്ട് പോവാം എത്തി വീട്ടിലെത്തി അത് വിടും